ഹായ് ഓൾ, ഐ+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSEB-യുമായി ബന്ധപ്പെട്ട BYQs ആണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്, The appointment of directors in a cooperative society deal with only at the members meeting, at the meeting of the managing committee, at the level of president, at the office of the registrar. അപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ, അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന കാര്യമില്ല. ഇത് അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്മിറ്റി, ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി, അതിൻ്റെ അപ്പോയിൻമെന്റ് നടത്തുന്ന ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് മെമ്പേഴ്സ് മീറ്റിംഗ്, ഓപ്ഷൻ ബി പറയുന്നത് മാനേജിങ് കമ്മിറ്റി മീറ്റിംഗ്, പിന്നെ അടുത്ത ലെവൽ ഓഫ് പ്രസിഡന്റ്, അടുത്ത ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ. അതൊന്നുമല്ല, നമുക്കറിയാം എന്താണ്, മെമ്പർമാരാണ് അല്ലേ, സംഘത്തിലെ മെമ്പർമാരാണ് എന്ത് ചെയ്യുക, മാനേജിങ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അറ്റ് ദ അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത് ഓൺലി അറ്റ് ദ മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ്. കേട്ടോ, മെമ്പേഴ്സിന്റെ മീറ്റിംഗിലാണെന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യമാണ്, ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ അല്ലേ. ദ കോപ്പറേറ്റീവ്, ക്വസ്റ്റ്യൻ വളരെ വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത്, ദ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ അല്ലേ. കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ഫെസിലിറ്റീസ് ബൈ. ഓപ്ഷൻ എ പറഞ്ഞു NCCU അല്ലെ, NCUI. ഓപ്ഷൻ ബി പറഞ്ഞു NCDC. ഓപ്ഷൻ സിയിൽ പറഞ്ഞു SSCU. ഓപ്ഷൻ ഡി പറഞ്ഞു NCCF. ഏതാ ആൻസർ വരിക? NCDC ആണ് അല്ലേ. ഓക്കെ, NCDC ആണെന്ന് ഓർത്ത് നോക്കാം. ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. NCDC ആണ് ആൻസർ വരിക. കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡഡ് വിത്ത് ദ ഫെസിലിറ്റീസ് ബൈ NCDC എന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേട്ടോ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് അല്ലേ. നോക്കിയേ, അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. മക്കളെ ഈ വാക്ക് കേൾക്കും, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഏത് ബാങ്കാണ്? ഓപ്ഷൻ എ പറഞ്ഞു നാപ്സ്കബ്, ഓപ്ഷൻ ബി പറഞ്ഞു NCDC, ഓപ്ഷൻ സി പറഞ്ഞു നബാർഡ്, ഓപ്ഷൻ ഡി പറഞ്ഞു NDDB. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നബാർഡ് ആണല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. സോ പഠിക്കേണ്ട കാര്യം, നാഷണൽ ബാങ്ക് കേട്ടോ, നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? നാഷണൽ ബാങ്ക് നബാർഡാണ്. നാഷണൽ ബാങ്ക് നബാർഡാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പോൾ RBI എന്താണ് അല്ലെ, RBI എന്താണെന്ന് ചോദിക്കും. അത് നേഷൻസ് ബാങ്കാണ്. നാഷണൽ ബാങ്ക് നബാർഡും നേഷൻസ് ബാങ്ക് കേട്ടോ, നേഷൻസ് ബാങ്ക് ആണ് RBI എന്ന് ഓർത്ത് വെക്കുക. നേഷൻസ് ബാങ്ക് ആണ് RBI. നാഷണൽ ബാങ്ക് നബാർഡ്. ഗ്രാഫിക് കാർഡ് കമ്മിറ്റി അല്ലെങ്കിൽ B ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്യുന്നത്. നബാർഡിനെ കുറിച്ച് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസ്സസിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സസ് കൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പറയണം, ദ നീഡ് ഫോർ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് ഇസ് മെയിൻലി ഫോർ. എന്താ, നമ്മുടെ സഹകരണ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങൾ പറയുകയാണ്, അവിടെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് വേണം. എന്തുകൊണ്ട് വേണമെന്നാണ് അല്ല, അതിന് കാരണം വേണമല്ലോ. പറയുകയാണ് അതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നുണ്ട് കേട്ടോ. നോക്കി വെക്കുക, ഇവിടെ പറയുകയാണ് എന്താണ് നോക്കിയേ, ദ നീഡ് ഫോർ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ്സ് കേട്ടോ. കോപ്പറേറ്റീവ്സ് മെയിൻലി ഫോർ. ഓപ്ഷൻ എയിൽ പറയുന്നു കോപ്പറേറ്റീവ് ഡെമോക്രസി, ഓപ്ഷൻ ബി പറഞ്ഞു റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, ഓപ്ഷൻ സിയിൽ പറഞ്ഞു എഫക്റ്റീവ് മെമ്പർ റെപ്രസെൻറ്റേഷൻ, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു പ്രൈവറ്റ് പ്രോഫിറ്റ് കേട്ടോ. ഓപ്ഷൻ ഡിയിൽ പറയുന്നു പ്രൈവറ്റ് പ്രോഫിറ്റ്. ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ഡെമോക്രസി, ഓപ്ഷൻ ബി റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, ഓപ്ഷൻ സി എഫക്റ്റീവ് മെമ്പർ റെപ്രസെൻറ്റേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു പ്രൈവറ്റ് പ്രോഫിറ്റ്. ഇപ്പോൾ പ്രൊഫഷണൽ മാനേജ്മെന്റ്, കോപ്പറേറ്റീവ് ഡെമോക്രസി വരുന്നുണ്ട്, എഫക്റ്റീവ് മെമ്പർ റെപ്രസെൻറ്റേഷൻ, പ്രൈവറ്റ് പ്രോഫിറ്റ് ഒന്നുമല്ല ആൻസർ, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണല്ലേ. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, എന്തുവാണെങ്കിൽ പോലും അവിടുത്തെ വിജയത്തിൽ, അവരുടെ ആ ഒരു വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങളാണ് അല്ലേ. നല്ല തീരുമാനം, നല്ല ഡിസിഷൻ മേക്കിംഗ് ആണ്.
സോ നമുക്കിവിടെ പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് വേണം എന്ന് പറയുന്നത്? കാരണം എന്താണ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അല്ലേ, റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. എന്താണ് ആ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് കേട്ടോ, ആ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് ഓർത്ത് വെച്ചേക്കുക. റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്, അതുകൊണ്ടാണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് അവിടെ വേണമെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ലെവി ചാർജ്ഡ് ബൈ ദ ഗവൺമെന്റ് from private mill owners to constitute a fund called for the development of handloom and khadi industries from which rebate is also paid. Option A പറയുന്നു ഇതാണ് റിസർവ് ഫണ്ട്, ഓപ്ഷൻ ബി പറയുന്നു സർപ്ലസ് ഫണ്ട്, ഓപ്ഷൻ സിയിൽ പറയുന്നു സെസ് ഫണ്ട്, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഗഹാൻ. ഏതാണ് ആൻസർ വരിക? റിസർവ് ഫണ്ട് അല്ല, സർപ്ലസ് അല്ല, ഗഹാൻ അല്ല, പിന്നെ ഏതാണ്? സെസ് ആണ് അല്ലേ, സെസ് ഫണ്ട് ആണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. സെസ് ഫണ്ട് ആണ് ഓർത്ത് വെക്കുക. ദ ലെവി ചാർജ് ബൈ ദ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ലെവി എന്തിനാണ്? ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫണ്ട് കോൾഡ് അല്ലേ, ആ ഫണ്ടിന്റെ പേരാണ് സെസ് ഫണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ഖാദി ഇൻഡസ്ട്രീസ് ഫ്രം വിച്ച് റിബേറ്റ് ഈസ് ഓൾസോ പെയ്ഡ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, സെസ് ഫണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതായത് ഇന്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി ഫോർ ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഓപ്ഷൻ എ നാഫ്സ്കബ്, ഓപ്ഷൻ ബി ക്യാംഗോ, ഓപ്ഷൻ സി NCBI ആൻഡ് ഓപ്ഷൻ ഡി നാഫിക്സ്. ഏതാണ് ഇവിടെ? ക്യാംഗോ ആണ് അല്ലേ, ക്യാംഗോ അല്ലേ. നമുക്ക് കേരള കോർപ്പറേഷൻ, ഇന്ത്യൻ കോർപ്പറേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അല്ലേ, ആ ഇന്ത്യൻ കോർപ്പറേഷൻ, കേരള കോർപ്പറേഷൻ, വേൾഡ് കോർപ്പറേഷൻ, അങ്ങനെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേഷൻ്റെ പാർട്ടിൽ വരുന്ന ഒരു എന്താണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൊസൈറ്റിയാണ് ക്യാംഗോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാനുണ്ട്, വളരെ വളരെ വിശദമായിട്ട് പഠിക്കണം കേട്ടോ. ക്യാംഗോയെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് വെച്ച് ക്യാംഗോ. ഓക്കെ, അപ്പം ഇന്റർ സ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്, നമുക്ക് കൊണ്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് വഴിക്കും മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ പറഞ്ഞു പോകുന്നുള്ളൂ. ക്യാംഗോൻ്റെ വർഷം പഠിക്കണം, എവിടെയൊക്കെയാണ് പ്രവർത്തന പരിധി, പിന്നെ അവർക്ക് ഫണ്ട് നൽകുന്ന ആരാണ്, ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഉത്തരങ്ങൾ കണ്ടെത്തുക. ഓക്കെ ഓക്കെ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു. അതായത് നമുക്കറിയാം മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഇവിടെ പറയുകയാണ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ എണ്ണം മാക്സിമം ലിമിറ്റഡ് ടു. ഓപ്ഷൻ എ പറയുന്നു 11, ഓപ്ഷൻ ബി പറയുന്നു 12, ഓപ്ഷൻ സിയിൽ പറയുന്നു 13 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 15. ഏതാണ് ആൻസർ വരിക? എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം എന്താണ് മിനിമം എത്രയാണ്, മാക്സിമം എത്രയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സംഘമാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് എത്രയാണ്? പ്രൈമറിയിലെ ആണ് ചോദ്യം. ഓപ്ഷൻ ഡി 15 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കണം, പ്രൈമറി സംഘമാണെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ എണ്ണം 7 to 15 ആയിരിക്കും. അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനാണ് 7 to 15 ആണ്. ഇനി അതർ സൊസൈറ്റി, പ്രൈമറി അല്ലാത്ത സംഘം, സെൻട്രൽ, അപ്പക്സ് തുടങ്ങിയ സംഘമാണെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് 7 മുതൽ 21 വരെ ആയിരിക്കും കേട്ടോ. 7 to 21 ആയിരിക്കും. പ്രൈമറി ആണെങ്കിൽ 7 to 15ഉം അതർ സംഘങ്ങൾ സെൻട്രൽ, അപ്പക്സ് ഒക്കെ ആണെങ്കിൽ 7 to 21 ആണെന്നും ഓർത്ത് വെച്ചേക്ക്. അടുത്ത നല്ല ചോദ്യം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയൻ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ. ഇപ്പോൾ ഏത് വർഷമാണ് യൂണിയൻ വന്നത് അല്ലേ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നു 1969, ഓപ്ഷൻ ബി പറഞ്ഞു 1970, ഓപ്ഷൻ സി പറഞ്ഞു 1971, ഓപ്ഷൻ ഡി പറഞ്ഞു 1972. ആൻസർ ഏതാണ് വരിക? 1970 ആണ് വരിക അല്ലേ. 1970 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. 1970 ആണ്. സെക്ഷൻ ഏതാണ്? SSCUവിൻ്റെ സെക്ഷൻ 89, CCU അല്ലേ, SCU 89, CCU 88. പിന്നെ ഇവരിലേക്ക് അഫിലിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, സംഘം പ്രവർത്തനം 6 മാസത്തിനകത്ത് ഇവരിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേറ്റ് ചെയ്യുമ്പോൾ ആ അഫിലിയേഷൻ 1 വർഷത്തേക്കാണ്. അഫിലിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സംഘത്തിന് പ്രിവിലേജുകൾ ലഭിക്കില്ല അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുക. കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പാർട്ടാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ആയിക്കോട്ടെ, അല്ലാതെയും പഠിക്കണം അല്ലേ. കേരള കോർപ്പറേഷൻ ബേസിന് വരുന്നുണ്ട്. അതിൻ്റെ പുറമെ എന്താണ്, അതിൻ്റെ സെക്ഷൻസുകൾ പഠിക്കാനുണ്ട് അല്ലേ. ഓക്കെ, യൂണിയനുകളെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം വാംനികോം അല്ലേ.
ഓക്കെ, വാംനിക്കോ വൈകുണ്ഠമേത്ത എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട് അല്ലേ. അപ്പം വാംനിക്കോ പൂനെയിലാണെന്നറിയാം. എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു NCDC, ഓപ്ഷൻ ബി പറഞ്ഞു NDDB, ഓപ്ഷൻ സിയിൽ പറഞ്ഞു NCCT, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു NCUI. ആരാണ്? ആ NCUI ആണല്ലേ, അല്ലേ? വാംനിക്കോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് NCUI ആണെന്ന് ഓർത്ത് വെച്ചത്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാംനിക്കോമിൻ്റെ വർഷം ഓർത്ത് 1969 ഓർത്ത് വെക്കുക. പിന്നെ കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്സ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ് കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്സ്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്സ് വാംനിക്കോമിൻ്റെ ആണെന്ന് ഓർത്തിട്ട്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്സ് ബുക്ക് കേട്ടോ. ഓക്കെ, പൂനെയാണ് ഹെഡ് ഓഫീസ്, ഹെഡ് ക്വാർട്ടർ വരിക. പിന്നെ 1967 ഓർത്ത് വെക്കുക, എൻ്റെ വർഷം ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നേഷൻ വൈഡ് പേയ്മെന്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം 1 to 1. നേഷൻ ഓർത്ത് വെക്കുക. നേഷൻ വൈഡ് പേയ്മെന്റ് സിസ്റ്റം എന്തിനു സഹായിക്കുന്നു? ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം 1 to 1. ഓപ്ഷൻ എ നെഫ്റ്റ്, RTGS, പിഗ്മി, പിന്നെ എന്താണ് വരിക? ATM. ഏതാണ് ആൻസർ വരിക? നെഫ്റ്റ് ആണല്ലേ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഓക്കെ, നെഫ്റ്റ് ആണെന്ന് ഓർത്തു. പിന്നെ RTGS റിയൽ ടൈം, അതും പഠിക്കാനുണ്ട്. നെഫ്റ്റും RTGS നമ്മൾ വ്യത്യാസങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരിക നേഷൻ വൈഡ് പേയ്മെന്റ് സിസ്റ്റം അല്ലേ. നേഷൻ വൈഡ് പേയ്മെന്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം 1 to another. ആൻസർ വരുന്നത് നെഫ്റ്റ് ആണ് എന്ന് ഓർത്ത്. നെഫ്റ്റ് കേട്ടോ, നെഫ്റ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the procedure regarding the election of president, vice president, etc. by the members of the committee is specified in. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരെ എലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു നടപടിക്രമം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ എയിൽ പറയുന്നു റൂൾ 44, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 44, ഓപ്ഷൻ സി പറഞ്ഞു റൂൾ 43, ഓപ്ഷൻ ഡി പറഞ്ഞു സെക്ഷൻ 43. ഏതാണ് ആൻസർ വരിക? റൂളിനാണ്, ചട്ടത്തിലാണ് പറയുക. അതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് അതിൻ്റെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നത് എന്നാണ്, അതെല്ലാം നമ്മുടെ റൂളിനാണ്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? റൂൾ 43 ആണ് പഠിക്കാനുണ്ട് കേട്ടോ. ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ആ ഒരു ഏരിയ പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കണം. എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, എക്സെട്ര. അപ്പം ഓഫീസ് ബിയറേഴ്സിൻ്റെ കാര്യമാണ്. എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഓഫീസ് ബിയറേഴ്സിൻ്റെ കാര്യമാണ്. അത് റൂള് 43 ഓർത്ത് വെച്ചത് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ നല്ല രീതിയിലുള്ളൊരു ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. പറയുന്നുണ്ട് ആസ് പെർ റൂൾ 64B അല്ലേ, റൂൾ 64B പ്രകാരം, ആസ് പെർ റൂള് 64B, റൂൾ 64B പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി. താഴെ പറയുന്നതിൽ സംഘത്തിന്റെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യേണ്ടാത്തത് ഏതാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു അല്ലേ കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ബി പറഞ്ഞു കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട്, ഓപ്ഷൻ സിയിൽ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ബാലൻസ് ഷീറ്റ്. ഏതാണ്? നമുക്കറിയാം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? അവിടെ ഫിക്സ് ചെയ്തിരിക്കണം, പബ്ലിഷ് ചെയ്യണം അല്ലേ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് പബ്ലിഷ് ചെയ്യണം, പിന്നെ ബാലൻസ് ഷീറ്റും പബ്ലിഷ് ചെയ്യണം. കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട് അവിടെ പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഓഡിറ്റ് നോട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എന്താണ് ഓർത്ത് നോക്കുക? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്യണം, ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇത് നല്ല ചോദ്യമാണ്. ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66. ക്വസ്റ്റ്യൻ നോക്കണം, ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. എന്താണ് പറയുക? ദ സൂപ്പർവിഷൻ അല്ലേ, ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ KCS Act 1969 ഇൻക്ലൂഡ്. അപ്പം സൂപ്പർവിഷനിൽ സെക്ഷൻ 66 പ്രകാരം സൂപ്പർവിഷനിൽ എന്നും കൂടെ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുക. ഓപ്ഷൻ എ ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് സൊസൈറ്റി, സംഘത്തിന്റെ ബുക്സിന്റെ ഇൻസ്പെക്ഷൻ. ഓപ്ഷൻ ബി വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസിന്റെ വെരിഫിക്കേഷൻ. ഓപ്ഷൻ സി വാലുവേഷൻ ഓഫ് അസറ്റ് ഓഫ് ദ സൊസൈറ്റി. ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സൂപ്പർവിഷൻ സെക്ഷൻ 66 പ്രകാരമുള്ള സൂപ്പർവിഷനിൽ എന്നും കൂടെ ഉൾപ്പെടുന്നുണ്ട്, ഇൻക്ലൂഡ്സ്. ഏതാ ആൻസർ വരിക? അവിടെ തന്നെ എടുത്ത് പറയുന്നുണ്ട് അല്ലേ, ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഇൻക്ലൂഡ് എന്താണ്? ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി.
അതായത് ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദ സൊസൈറ്റി, ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ ഓർത്ത് നോക്കുക, അത് സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ കേസസ് ആക്ട് 1969 ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദി സൊസൈറ്റി എന്ന് ഓർത്ത് വെച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് നല്ല ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ്. രജിസ്ട്രാർ മേ ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓഫ് ദ ആക്ട് 69. അപ്പോൾ ഇൻക്വയറി അല്ലേ, വളരെ പ്രധാനപ്പെട്ട രജിസ്ട്രാറിൻ്റെ അധികാരങ്ങളെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 32 സൂപ്പർസീഡ് ചെയ്യുന്ന കാര്യം, സെക്ഷൻ 65 ഇൻക്വയറിയുടെ കാര്യം. ഇതൊക്കെ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ രജിസ്ട്രാറിൻ്റെ അധികാരത്തിനെ കുറിച്ചാണ് പറയുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, രജിസ്ട്രാർ ഒരു എൻക്വയറി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ അത് 6 മാസമാണ്, ഇപ്പോൾ എൻക്വയറി 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം സാധാരണ രീതി കേട്ടോ. അതൊക്കെ പഠിക്കാറുണ്ട്. 4 മാസം, നേരത്തെ 6 മാസമായിരുന്നു, അമെൻമെൻറ്റിന് ശേഷം 4 ചുരുക്കി എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പം ആൻ ആപ്ലിക്കേഷൻ ഓഫ് എ മെമ്പർ, ഇപ്പോൾ രജിസ്ട്രാർ അങ്ങനെ ഒരു എൻക്വയറി ഓർഡർ ഇടാൻ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ എ ആൻ ആപ്ലിക്കേഷൻ ഓഫ് എ മെമ്പർ, ഓപ്ഷൻ ബി ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഓപ്ഷൻ സി ഓൺ ദ റിപ്പോർട്ട് ഓഫ് DCA. ഇപ്പോൾ ഇവിടെ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളാണ് പറയുക. ഒരു മെമ്പറിൻ്റെ അപേക്ഷയിന്മേൽ അല്ലേ, ഒരു മെമ്പറിൻ്റെ അപേക്ഷയിന്മേൽ ഇൻക്വയറി ഓർഡർ ഇടുകയോ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ടിന്മേൽ അവിടെ ഇൻക്വയറി ഓർഡർ ഇടുകയോ, അല്ലെങ്കിൽ DCAയുടെ റിപ്പോർട്ടിന്മേൽ എൻക്വയറി ഓർഡർ ഇടുകയോ, നൺ ഓഫ് ദിസ് നാൻസ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, DCAയുടെ റിപ്പോർട്ടിന്മേൽ വേണമെങ്കിൽ അവിടെ എന്താണ് ഒരു എൻക്വയറി ഓർഡർ ഇഷ്യൂ ചെയ്യാം കേട്ടോ. DCAയുടെ എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സെക്ഷൻ 65 എൻക്വയറി അല്ല, ഇൻക്വയറി എന്ന് പറയുക എന്താണ്? ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയും. ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഓർത്ത് വെച്ചു. ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന. അപ്പം നമ്മൾ പറയുന്നത് DCAയുടെ റിപ്പോർട്ടിന്മേൽ അവിടെ ഒരു എൻക്വയറി ഓർഡർ ഇഷ്യൂ ചെയ്യാവുന്നതാണ് എന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് പഠിക്കാനുണ്ട് കേട്ടോ. സൂപ്പർവിഷന്, ഇൻസ്പെക്ഷന്, എൻക്വയറി, സൂപ്പർവിഷന്, ഇൻസ്പെക്ഷന്, അങ്ങനെ കുറേയൊക്കെ വളരെ പ്രധാനപ്പെട്ട 65 മുതൽ അങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസാണ്. 65 മുതൽ ഏകദേശം ഒരു 74 വരെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം നമുക്ക് 80 മുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, അതിനുള്ളിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടെന്നല്ല, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സെക്ഷൻസാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ച്. അടുത്ത ക്വസ്റ്റ്യനാണ്, അടുത്തൊരു ചോദ്യമാണ്. നോക്കിയേ, എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി അല്ലേ, എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ എക്സർസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ. എല്ലാ വ്യക്തിയും എന്താണ്, നേരിട്ട് ഒരു പേഴ്സണായിട്ട് വോട്ട് ചെയ്യണം, അല്ലാതെ ആരുടെയും കയ്യിലൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല. നമ്മളിപ്പം എനിക്ക് സംഘത്തിൽ വോട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വോട്ട് ചെയ്യണം, വേറെ ആർക്കും പ്രോക്സി കൊടുത്തുവിടാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് പറയുക. എല്ലാവരും പേഴ്സണായിട്ട് തന്നെ പോയി അല്ല, പേഴ്സണായിട്ട് തന്നെ പോയി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 15 ആണോ? ഓപ്ഷൻ ബി പറയാണ് സെക്ഷൻ 25, ഓപ്ഷൻ സിയിൽ പറയാണ് സെക്ഷൻ 20, ഓപ്ഷൻ ഡിയിൽ പറയാണ് സെക്ഷൻ 21. ഇപ്പം എവിടെയാണ് ഇവിടെ ഏത് പ്രകാരമാണ് എന്താണ് സെക്ഷൻ? നമുക്ക് മാറിപ്പോകാൻ ചാൻസ് സെക്ഷൻ 20, 21 ആണ് അല്ലേ. സെക്ഷൻ 20ഉം 21ഉം ആണെന്ന് ഓർത്ത്. ഇപ്പം ഓർത്ത് നോക്കുക, സെക്ഷൻ 20 എന്ന് പറഞ്ഞാൽ വോട്ട് ഓഫ് മെമ്പേഴ്സ് ആണ്. 20 എന്ന് പറഞ്ഞാൽ വോട്ട് ഓഫ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതായത് വോട്ട് ഓഫ് മെമ്പർ, ഒരു വ്യക്തിക്ക് ഒരു വോട്ടെന്ന് പറയുന്നു, 1 man 1 vote പറയുന്നു. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട് എന്ന് പറയുക. ഇപ്പം അവിടെ ആ മാനറിലാണ്, വോട്ട് വിനിയോഗ രീതിയിലാണ് പറയുക. ഒരാൾ നേരിട്ട് പേഴ്സണായിട്ട് പോയി വോട്ട് ചെയ്യുക, പ്രോക്സി ഒന്നും അലൗഡല്ല. അപ്പോൾ ഓർത്ത് നോക്കുക, മാനർ ഓഫ് എക്സർസൈസിങ് വോട്ടാണ് സെക്ഷൻ 21 പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുക. എന്താണ്? എവരി മെമ്പർ ഓഫ് സൊസൈറ്റി ഷാൾ എക്സർസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ ആസ് പെർ സെക്ഷൻ 21 എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. അത് ഓർത്ത് വെച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു 15 ചോദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമായിരിക്കും, CACB ജൂനിയർ ക്ലർക്ക് എക്സാം എങ്ങനെ പഠിക്കണം എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലെ ഒരു ചോദ്യമായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവിടെ പഠിക്കാനുള്ളത് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഉണ്ട്. PYQs പഠിക്കണം, മോഡൽ എക്സാംസുകൾ ചെയ്ത് നോക്കണം, നമ്മുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഒറ്റ ഉത്തരം ഞങ്ങൾ പറയുകയാണ്, എന്താണ് I+ നിങ്ങളൊപ്പം ഉണ്ടാകും. ഒറ്റ വാക്ക്, നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. എല്ലാം വളരെ വിശദമായിട്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടെന്നാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം ടീം I+നോടൊപ്പം ജോയിൻ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.